ദുർബലരായ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കേണ്ടത് പെൻഷൻ ഇമാതിരിയുള്ള ആർക്കും കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ കണ്ടുപിടിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി കൃത്യമായിട്ട് അർഹതപ്പെട്ടവർ തന്നെയാണ് വാങ്ങുന്നത് എന്നുള്ളതിന് ഉറപ്പുണ്ട്. 1458 സർക്കാർ ജീവനക്കാരും സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നു. എന്തായല്ലേ? സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹരെ കണ്ടെത്തുവാനുള്ള ദൗത്യം അടുത്തിടെയാണ് ധനവകുപ്പ് തുടങ്ങിയത്. പാവപ്പെട്ട ജനങ്ങളാവട്ടെ 1600 രൂപ ഓരോ മാസവും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാർ വട്ടം തിരിയുമ്പോൾ ചില സർക്കാർ ജീവനക്കാർ തന്നെ തന്റെ ശമ്പളം കൂടാതെ ക്ഷേമ പെൻഷനും വാങ്ങി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞെട്ടിക്കുന്ന കാര്യം, ഇതിൽ ഗസറ്റ് ഉദ്യോഗസ്ഥർ വരെയുണ്ട്. സ്കൂൾ അധ്യാപകർ വരെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഒട്ടുമിക്ക എല്ലാ വകുപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നു. ആരോഗ്യ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും. ആരോഗ്യ വകുപ്പിലെ 373 പേരും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ 227 പേരും ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുന്നു. നമ്മുടെ സർവീസ് റൂൾസിനെ ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് അത്. അവിടെ മാത്രമല്ല, ഏതൊരു സ്ഥലത്തായാലും അനർഹരായിട്ടുള്ള ആളുകൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് കിട്ടേണ്ടതിന് തടസ്സമുണ്ടാക്കി. എല്ലാ മാസത്തെ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? കമന്റ് ചെയ്യൂ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.